ഇടതുഭരണത്തിൽ എല്ലാ മേഖലകളിലും വൻ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിരിക്കുന്നതെന്നും ഇത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കോതമംഗലത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ബിജെപിയുടെ ബി ടീമായിട്ടാണ് കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ പ്രതിപക്ഷം നുണപ്രചരണവും വിവാദങ്ങളും സൃഷ്ടിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശനപരമായി അവതരിപ്പിക്കാൻ പോലും പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. മന്ത്രിമാർക്കെതിരെ എഴുതിക്കൊടുത്ത ഒറ്റ ആക്ഷേപവും ഉന്നയിക്കാനായില്ല. സർക്കാരിനെ എതിർക്കാൻ കഴിയാത്തതിനാലാണ് നുണകളിലും വിവാദങ്ങളിലും അഭയം തേടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. UDF നേതൃത്വമാകെ പരിഭ്രാന്തിയിലും വെപ്രാളത്തിലുമായതുകൊണ്ട് സാംസ്കാരിക നില വിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങളും വരികയാണ്. കേരളത്തിൻ്റെ പൊതുവായ സാംസ്കാരിക ഔന്നത്യമുണ്ട്. ഇവിടെ ഇന്ന് മാധ്യമങ്ങളെല്ലാം വലിയ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കായംകുളത്തെ നിലവിലുള്ള MLA 2 തവണയായി അവർ MLA ആയി പ്രവർത്തിക്കുന്നു. അവരെക്കുറിച്ച് അവരൊരു സ്ത്രീയാണ് എന്നത് കണക്കിലെടുക്കാതെ സ്ത്രീത്വത്തെ അങ്ങേയറ്റം മ്ലേച്ഛമായ ഭാഷയിൽ അപമാനിക്കും വിധം സംസാരിക്കുന്നു. ഏതെങ്കിലും ഒരു സ്വകാര്യ സ്ഥലത്ത് വെച്ച് ആരും കേൾക്കാതെ പറഞ്ഞതല്ല, എല്ലാവരും കേൾക്കാൻ UDFൻ്റെ കൺവെൻഷനിൽ UDF നേതാവ് പ്രസംഗിക്കുകയാണ്. വേദിയിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് KC വേണുഗോപാൽ അടക്കമുള്ള പ്രമുഖരെല്ലാം ഇരിക്കുന്നു. അപ്പോഴാണ് കേരളത്തിൻ്റെ ഒരു സഹോദരിയെ നല്ല രീതിയിൽ പൊതുപ്രവർത്തന രംഗത്ത് ശോഭിച്ച ഒരു സഹോദരിയെ ഹീനമായ ഭാഷയിൽ ആക്ഷേപിക്കുന്നു. ഇത് നമ്മുടെ സംസ്കാരത്തെ തന്നെ ചോദ്യം ചെയ്യലാണ്. സാംസ്കാരിക രംഗത്തുള്ള കടന്നുകയറ്റമാണ്. UDF എത്രത്തോളം വെപ്രാളത്തിലാകുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. കോതമംഗലത്ത് LDF സ്ഥാനാർത്ഥി ആന്റണി ജോണിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലകളിലും വൻ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. BJPയുടെ ബി ടീമായിട്ടാണ് കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. BJPയും സമാനമായ അവസ്ഥയിൽ തന്നെയാണ്. BJPക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തും വിജയം കുറിക്കാനാകില്ല എന്ന തിരിച്ചറിവ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പരസ്യമായി പൊതുജനാധിപത്യ സംവിധാനത്തിന് ചേരാത്ത രീതിയിലുള്ള മതവികാരം ഇളക്കിവിടാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഗുരുവായൂർ മണ്ഡലത്തിലെ ഗുരുവായൂരിൽ ഹിന്ദുവല്ലേ ജയിക്കേണ്ടത് എന്ന് സംഘപരിവാർ ന്യായം പറയുന്നു.
നമ്മുടെ നാട് ജാതിഭേദവും മതദ്വേഷവും ഒന്നുമില്ലാതെ എല്ലാവരും സഹോദരന്മാരായി കഴിയുന്ന ഇടമാണ്. എല്ലാ ജാതി മതസ്ഥരും വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു വരാറുണ്ട്. ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവർ മാത്രമേ ജയിച്ചു വരാവൂ എന്ന നിലപാട് ജനാധിപത്യത്തിന് കളങ്കമേ ഉണ്ടാക്കും. നമ്മുടെ നാടേതായാലും അത് അംഗീകരിക്കുന്നില്ല. പച്ചയായി മതവികാരം ഇളക്കിവിട്ട് അന്തരീക്ഷം കലുഷിതമാക്കാനാണ് സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ PT ബെന്നി അധ്യക്ഷനായി. സ്ഥാനാർത്ഥി ആന്റണി ജോൺ, CPIM ജില്ലാ സെക്രട്ടറി S സതീഷ്, CPI ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി EK ശിവൻ, LDF നേതാക്കളായ ഗോപി കോട്ടമുറിക്കൽ, R അനിൽകുമാർ, ഷാജി മുഹമ്മദ്, അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, ജോണി നെല്ലൂർ, MV മാണി, PK രാജേഷ്, KA ജോയി, AA അൻഷാദ്, അനിൽ കാഞ്ഞിലി, റോണി മാത്യു, മനോജ് ഗോപി, സണ്ണി പുതുശ്ശേരി, തോമസ് തോമ്രയിൽ, ഷാജി പീച്ചക്കര, ബേബി പൗലോസ്, അലി നെല്ലിക്കുഴി, സാജൻ അമ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഈ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സജീവമായി പങ്കെടുത്തവരാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള നമ്മളെല്ലാവരും. യഥാർത്ഥത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം, നാടിന്റെ എല്ലാ മേഖലയിൽ നിന്നും എല്ലാ വിഭാഗ ജനങ്ങളുടെയും വലിയ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇതിനോടകം തന്നെ ലഭിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഇന്നിപ്പോൾ നമുക്കറിയാം, നന്നേ രാവിലെയാണ്, ഏതാണ്ട് 9 മണി മുതൽ തന്നെ ഈ ഗ്രൗണ്ടിലേക്ക് നിരവധി ആളുകൾ, നമ്മുടെ പന്തപ്പുഴയിൽ നിന്നുള്ള ആദിവാസി സുഹൃത്തുക്കളടക്കം കുട്ടപ്പുഴയിലെ വിവിധ ആദിവാസി ഉന്നതികളിൽ നിന്നുള്ളവരടക്കം കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ 2 ഗവൺമെന്റുകളുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ അത് അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നും തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് നന്നേ രാവിലെ തന്നെ ഇത്രയേറെ പേർ ഈ ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത്. ഇത് തന്നെ കൃത്യമായ ഒരു സൂചനയാണ്. കോതമംഗലം ഒരു തുടർച്ച ആഗ്രഹിക്കുന്നു, കേരളം ഒരു തുടർച്ച ആഗ്രഹിക്കുന്നത് പോലെ കോതമംഗലവും ഒരു തുടർച്ച ആഗ്രഹിക്കുന്നു. ആ തുടർച്ച എന്നുള്ളത് ഒരു കേവല വിജയമല്ല. 2016 കോതമംഗലം മണ്ഡലത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നമുക്ക് ജനങ്ങൾ സമ്മാനിച്ചത്. ഈ 2026 ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, കോതമംഗലം മണ്ഡലത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കാൻ പോകുന്നത്. അത് തീർച്ചയായിട്ടും നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരുമ്പോൾ അധികം സംസാരിക്കാൻ കഴിയുകയില്ല. അദ്ദേഹത്തിന്റെ ജില്ലയിൽ നിരവധി പരിപാടികളുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാം, കോതമംഗലത്ത് എന്താണ് 10 വർഷക്കാലം നടന്നത് എന്ന് ചോദിക്കുന്ന ആളുകൾ. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.